ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. മട്ടൻ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചെറിയ പീസസ് ആക്കി അരിഞ്ഞ് മാറ്റിയെടുക്കാം. അത് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇന്നത്തെ കേന്ദ്ര കഥാപാത്രമായ മട്ടൻ എടുക്കാം. മട്ടനാണ് കേട്ടോ ഇത്. മട്ടനകത്ത് കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അത് വേവിക്കുമ്പോൾ അതിന് കുറച്ച് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴേ ഉപ്പിടുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് അതൊരു കുക്കറിലാക്കി കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കുന്ന പരിപാടിയിലേക്ക് പോകാം. നല്ല രീതിയിൽ വേവാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുത്തത് ഒരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് നമ്മൾ ഉള്ളി വഴട്ടുന്ന കാര്യത്തിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ഉള്ളി നന്നായിട്ട് വഴട്ടിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. അതിലേക്കായി നമ്മൾ പാൻ വെച്ചു, പാത്രം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചെറിയ സ്ലൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വഴട്ടുന്നു. നല്ല രീതിയിൽ അത് നമ്മൾ കുറച്ച് നേരം ഇട്ട് വഴട്ടുക. നല്ല വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്കായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടില്ലയോ, അത് നമുക്കത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് അത് നല്ല രീതിയിൽ അതിലും വരണ്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക്, അതിനുശേഷം നമ്മളെടുത്ത് അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും തക്കാളിയുമാണ് നമ്മൾ ലാസ്റ്റ് ചേർത്തത്. അതിനുശേഷം മസാലക്കൂട്ടുകളാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ആ മസാലക്കൂട്ടുകളെല്ലാം അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് നമ്മളെടുക്കുന്ന മട്ടൻ എത്രയാണോ ആ മട്ടൻ്റെ പരുവത്തിൽ നമ്മൾ മസാലകൾ ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എരിവ് ചേർക്കുക. അതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കുക്കറിനകത്ത് വെച്ചിരുന്ന മട്ടൺ ഇല്ലയോ, ആ മട്ടൺ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് അടച്ച് സൂക്ഷിച്ച് വെക്കുക. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത അടുപ്പിലായിട്ട് നമ്മൾ അരിയാണ് വേവിക്കുന്നത്. ബിരിയാണി അരി വേവിച്ച് എടുത്ത ബിരിയാണി അരി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കറിയാക്കി വെച്ചിരുന്ന മട്ടനില്ലേ അതിലേക്ക് നമ്മൾ തട്ടിയിട്ട് അത് സെറ്റ് ചെയ്ത് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം ബിരിയാണിയുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗമാണ്, ബിരിയാണി കാണുമ്പോൾ ആ ഒരു ഭംഗി വരുന്നത് ഈ ഡെക്കറേഷൻ ചെയ്ത് അടച്ച് വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ആഹാ എന്തൊരു മണമാണ്. ആ മണം കണ്ടാൽ ഈ ചെമ്പ് മുഴുക്ക നമ്മൾ കഴിച്ച് പോവും മക്കളെ. ആ രീതിയിലുള്ള സുഗന്ധമാണ് അതിൽ നിന്ന് വരുന്നത്. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് കുറച്ച് സാലഡും അതോടൊപ്പം തന്നെ പപ്പടവും ഒക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അച്ചാർ കൂട്ടുന്നവരുണ്ട്, അച്ചാർ കഴിക്കാം. എല്ലാം കൂട്ടി നല്ലതുപോലെ കഴിക്കാം. ഞങ്ങളുടെ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇതിനകത്ത് എത്ര സാധനങ്ങൾ ചേർക്കണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളത് കയറി നോക്കി നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. കാരണം ഞങ്ങളൊക്കെ ന്യൂ കമേഴ്സ് അല്ലേ, ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്നും ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണീസ് എങ്ങനെയുണ്ടെന്നും ഞങ്ങളുടെ ടേസ്റ്റ്, കൊല്ലംകാരുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഇന്ന് അറിയണ്ടേ. അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അറിയിക്കാം. ബൈ.